അല്ല അതുപോലും വേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. എന്താ പോലും. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു ചോദ്യവുമായി മാധ്യമപ്രവർത്തക സുരേഷ് ഗോപിയുടെ മുന്നിൽ എത്തുകയാണ്. സുരേഷ് ഗോപി പൊട്ടിത്തെറിക്കുകയാണ്. ഏതാണ് നിങ്ങളുടെ മാധ്യമം എന്ന് ചോദിച്ചതിന് ശേഷമാണ് നിങ്ങളെക്കുറിച്ച് ഇതല്ല ഇതിനപ്പുറവും അറിയാം എന്ന രീതിയിലുള്ള പ്രതികരണം വരുന്നത്. മറ്റാരോടുമല്ല, മീഡിയ വണ്ണിനോടാണ്. സഹമന്ത്രി സ്ഥാനത്തിന് അതൃപ്തനാണോ എന്ന ചോദ്യത്തിലാണ് ശുഭിതനായി സുരേഷ് ഗോപി പൊട്ടിത്തെറിച്ചത്. താൻ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല, തന്റെ ആഗ്രഹം എന്താണെന്ന് എല്ലാവർക്കും അറിയാം, അത് ഇനിയും പറയും. കേരളത്തിനും തമിഴ്നാടിനും വേണ്ടി ആഞ്ഞു പിടിക്കും. ജോർജ് കുര്യൻ കൂടി ഉള്ളതുകൊണ്ട് ജോലി പങ്കുവയ്ക്കാൻ കഴിയും. മീഡിയ വൺ ഭരണഘടനയെ എത്രത്തോളം മതിക്കുന്നുവെന്ന് നേരത്തെ തന്നെ അറിയാമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. 72-അംഗ മന്ത്രിസഭയിലാണ് ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തത്. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ശേഷമാണ് കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും മന്ത്രിമാരായതും അതും സഹമന്ത്രിമാരാണ് എന്നറിഞ്ഞത്. ശേഷം മാധ്യമങ്ങളെ കണ്ട സുരേഷ് ഗോപിയോടായിരുന്നു സഹമന്ത്രിയാണ് എന്നതിൽ എന്തെങ്കിലും സങ്കടമുണ്ടോ എന്ന് ചോദിച്ചത്, അല്ലെങ്കിൽ അതൃപ്തനാണോ എന്ന് ചോദിച്ചത്. അതുകൊണ്ടാണ് സുരേഷ് ഗോപി അത്തരത്തിൽ പൊട്ടിത്തെറിച്ചത്. താൻ ഒന്നും ചോദിച്ചതല്ല, ഇതൊക്കെ തന്നെ കേന്ദ്രം തന്നതാണ്. പിന്നെ എന്തിന് ഞാൻ ഇനി അതൃപ്തി പറയണം? എന്റെ ആഗ്രഹം ഞാൻ ഇനിയും പറയും. മീഡിയ വണ്ണാണ് ഇത് ചോദിച്ചതിൽ യാതൊരുവിധ അത്ഭുതവുമില്ല. മീഡിയ വണ്ണിന് നേരത്തെയും ഭരണഘടനയെ ബഹുമാനിക്കുന്ന ഒരു ചരിത്രം മീഡിയ വണ്ണില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ തുറന്നടിക്കുകയായിരുന്നു സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് മുന്നിൽ. മീഡിയ വണ്ണോട് കൂടി തന്നെയാണ് ആ കാര്യം പറഞ്ഞിരിക്കുന്നതും. എന്തായാലും കാരണം അദ്ദേഹം ഉദ്ദേശിച്ച കാര്യം ഈ ബഹുമാനിച്ചുകൊണ്ട്, അതായത് ഭരണഘടനയെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതായത് എന്ത് കർത്തവ്യമാണോ, എന്ത് അധികാരമാണോ തന്റെ മേൽ തന്നിരിക്കുന്നത്, ആ അധികാരത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. സ്വതന്ത്രമായി തന്നെ ഒരു മന്ത്രിയായി വരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ സഹമന്ത്രി ആയതിലാണ് അതൃപ്തി ഉണ്ടോ എന്ന ചോദ്യം വന്നിരുന്നത്. എന്തായാലും നിലവിൽ 72-അംഗ മന്ത്രിസഭയാണ് ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തത്. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും ജോർജ് കുര്യനുമാണ് മന്ത്രിമാരായത്. സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി ഉണ്ടാവും എന്നായിരുന്നു നേരത്തെ വന്ന റിപ്പോർട്ടുകൾ. എന്നാൽ പ്രഖ്യാപനം വന്നപ്പോൾ അത് സഹമന്ത്രി പദവിയിൽ ഒതുങ്ങുകയായിരുന്നു. ഒരു മുസ്ലിം മന്ത്രി പോലും ഇല്ലാതെയാണ് മോദി മന്ത്രിസഭ അധികാരമേറ്റത് എന്ന ഈ കുത്തലും വരുന്നുണ്ട് പല ഭാഗങ്ങളിൽ നിന്നും. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായാണ് മുസ്ലിം പ്രാതിനിധ്യമില്ലാത്ത സർക്കാർ അധികാരമേൽക്കുന്നത് എന്നതുകൂടിയാണ് ശ്രദ്ധേയം.